നമുക്കൊന്ന് റവ ഉപ്മാവിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് നോക്കാം. പലതരം ഉപ്മാവുണ്ട്. നമുക്ക് സേമിയ ഉപ്മാവുണ്ട്, അരി ഉപ്മാവുണ്ട്, പലതരം പൊടി അരിയൊക്കെ ഇട്ടിട്ട് കൊണ്ട് നാട്ടിലൊക്കെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പം നമുക്ക് റവ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം വേണ്ടത് നമ്മളൊരു കപ്പ് റവയാണ് പൊടിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുക്, ഉഴുന്നും പരിപ്പ് ഇതൊക്കെ വറവിടാനാണ്. അതിൽ നമുക്കത് ഓപ്ഷണലായിട്ട് നമുക്ക് ഗ്രേപ്സും അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ ഇടാം. പിന്നെ അതിലേക്ക് ഇടുന്നത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കരുവേപ്പിൻ്റെ ഇല, ഇത് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ്, അത് നമ്മൾ ഇത്രയും ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ അത് കളർഫുൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുക. പിന്നെ നല്ല നല്ല ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള സാധനമുണ്ട്. അധികം വേവില്ല. വെള്ളത്തിലിടുമ്പോഴേക്കും വേഗം തക്കാകുമ്പോഴേക്കും അധികം വേവാതെ തന്നെ നമ്മളൊക്കെ ചെല്ലുമ്പോൾ നല്ല പോഷകാഹാരമായിട്ടും നമുക്ക് ഗുണകരമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതാണ് നമ്മൾ. ഈ കടുക് നമുക്ക് ആദ്യം കടുക്, പിന്നെ നമ്മൾ ഉഴുന്നും പരിപ്പും ഇത് രണ്ടൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ചേർക്കുന്നു. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ മിസ്സാക്കുന്നത്. സാധാരണ പലതും ചെയ്യാറില്ല. ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് കറിവേപ്പിലയാണ്. അതായി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി, ഉള്ളിയും ഇതും കൂടെ ഒന്നിച്ചിടുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ റവ ഒന്ന് ഇതിലത് വഴന്ന് വരണേ. അപ്പോൾ റവ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാരറ്റിൻ്റെ പച്ചമണം മാറാൻ നമ്മൾ ഒരു ശകലം നേരം അതിനകത്തോട്ട് ഈ ക്യാരറ്റും കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ഒരു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മളത് തിളച്ച വെള്ളത്തിലേക്കാണ് പിന്നെ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മിക്സിംഗ് ഒക്കെ ഇപ്പോൾ ഇത് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ഒരു ഇട്ടെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇത് നമുക്കിങ്ങനെ വറുത്തിട്ട് എടുത്തേക്കൊക്കെ ചെയ്യാം കേട്ടോ. 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഒരാഴ്ചക്കൊക്കെ എടുത്ത് നിന്ന് ഒരു ഡബ്ബയിൽ ആക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കാം. നമുക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇത് നമ്മൾ അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റിയത് ശരി, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തിളച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ നമ്മൾ അളവ് എടുത്തത് അതിലൊരു 3 കപ്പ് വെള്ളം. അല്ലെങ്കിൽ ഇത് പിന്നെ അധികം വേവാഞ്ഞാൽ നെഞ്ഞു നീറും. ചിലർക്കുണ്ടൊരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ, അത് ഈ റവയിൽ അധികം വെള്ളം വരാഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ 1 കപ്പായതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർത്തു. ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി കുഴഞ്ഞും കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് അതിൻ്റെ ശരിയായ പാകത്തിലും വരും. ഇത് ഏറി ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിളയ്ക്കും. ഈ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഉപ്പുമാവിൻ്റെ ആ നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അത് നല്ല ശരിയായ പാകത്തിലാവും. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ക്രീം പരുവത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മര്യാദയ്ക്ക് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചതുകൊണ്ടാണ്. നമുക്ക് 1 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഇത് കട്ട പിടിച്ചിട്ടുണ്ടാവും. കഴിച്ചാലും നമുക്ക് നെഞ്ഞ് നീറലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി അല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേണ്ടവർക്ക്, നെയ്യിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് ഇത്തിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ സാധാരണ തിന്നുന്ന ഒരു പരുവത്തിൽ ഇത് ഉണ്ടാക്കിയെടുത്തതാണ്, നെയ്യൊന്നും ചേർക്കാതെ. ഇനി നമുക്കത് സർവേ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇതാണ്ടോ. അപ്പോൾ അതിപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഈ ഇതിലായി തുടങ്ങി. ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാറാകുമ്പോഴേക്ക് അത് കൃത്യമാവും. ഇതിപ്പോൾ നല്ല ചൂടല്ലേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാലും അത് ശരിക്കാവും. ഇത് നമുക്കൊരു കഴിക്കുന്ന നമ്മൾ സർവിങ് പ്ലേറ്റിലോട്ട് ആക്കാം. ഇപ്പോൾ ക്യാരറ്റും ഇതൊക്കെ ഇട്ട് നല്ല ന്യൂട്രീഷൻസ് ആയിട്ട് ഉള്ള
ഫുഡാണ്. അത് വല്ലപ്പോഴൊക്കെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ നന്നായി ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലേക്ക് പഴം, പപ്പടം ഇതൊക്കെ ഇതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ വേണ്ടവർ കഴിക്കാൻ. ചിലർ കറി കൂട്ടി കഴിക്കുന്നവരുണ്ട്, അച്ചാർ കൂട്ടി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഇതിന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഭവം നമ്മുടെ റവ ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.